സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വേടൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കൂ എന്നുള്ളത്. അപ്പോൾ ഇന്ന് കോടതി വേടൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഈ ഇരകളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയപ്പെടുന്ന യുവതികൾ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേടനെതിരെയുള്ള ഈ സാമൂഹിക മാധ്യമങ്ങളിലുള്ള പോസ്റ്റാണ് ഇവർ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് തെളിവെന്ന് പറയുന്ന സാധനം ഈ വേടൻ മുൻപ് മീറ്റു ആരോപണ കേസിൽ സോഷ്യൽ മീഡിയയിലായിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഈ മാപ്പപേക്ഷ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരകൾ ഈ കോടതിക്ക് മുന്നിലേക്ക് പറയുന്ന ഹർജിയുമായിട്ട് ചെന്നത്. അപ്പോൾ അന്ന് കോടതി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളൊന്നും എടുത്തുകൊണ്ട് ഒരു കോടതിയിൽ ഒരു വിധി പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര കേസുകൾക്ക് ഈ രീതിയിൽ വിധി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയും ഇതിവിടെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അയാൾ വലിയൊരു ആളാണോ എന്നുള്ളതിലൊന്നുമല്ല കാര്യം. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആ തെറ്റിന് ഉതകുന്നതായിട്ടുള്ള തെളിവുകൾ നിങ്ങളിവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വേടനെ ഈ ഒരു കുറ്റവാളി എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ വേടനെ പിടിച്ചകത്തിടാനോ സാധിക്കുള്ളൂ എന്ന് കോടതി പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കോടതി പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഇരകൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞതിൻ്റെയും പേരിൽ കോടതി ഒരു 4-5 ദിവസത്തോളം ഇവർക്കൊരു സമയം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? തെളിവുകൾ കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും ഈ കഴിഞ്ഞ ആഴ്ച ഈ കോടതി വിധി 16-ാം തീയതി വിധി പരിഗണിക്കുകയും പിന്നീട് അതിനുശേഷം ഈ തിങ്കളാഴ്ച അതായത് 25-ാം തീയതി ആയിട്ടുള്ള ഇന്നത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ഒരു വിധി പരിഗണിക്കുന്ന ദിവസം ഇരകൾ എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ വലിയ രീതിയിലുള്ള തെളിവുകളുമായിട്ടാണ് കോടതിയിലേക്ക് ചെന്നത്. അതായത് എല്ലാ പഴുതും അടച്ചുകൊണ്ട് വേടനെ കൊടുക്കണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടിയുള്ള തെളിവുകളുമായിട്ടാണ് ചെന്നത്. നമുക്കറിയാം 16-ാം തീയതി വേടൻ്റെ ഹർജി പരിഗണിക്കുന്നതിൻ്റെ അന്ന് 2 ഇരകൾ കൂടി രംഗത്തേക്ക് വന്നു. അതായത് ആദ്യം 2 പേരെ വേടനെ ഈ പറയുന്ന വേടൻ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയുമായിട്ട് മുന്നിലേക്ക് വന്നിരുന്നുള്ളൂവെങ്കിലും വീണ്ടും 2 പേരോട് രംഗത്തേക്ക് വന്നു. ഈ 2 പേരും അതായത് എല്ലാം കൂടി 4 പേരുണ്ട്. 4 പേരും വേടനെ പറ്റി ഒരു പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് വേടൻ പിടിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ RSSും സംഘപരിവാറും BJPയും എല്ലാം പറയുന്നത് വേടൻ ഒരു കഞ്ചാവോളിയാണല്ലേ, ആ കഞ്ചാവോളിയെ പറ്റി പഠിപ്പിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ യുവതികൾ എന്തുകൊണ്ട് വേടനെ പറ്റി പഠിക്കാൻ പോയി? വേടൻ ഒരു കഞ്ചാവോളിയാണ്, വേടൻ സമൂഹത്തിന് ഒരു പ്രതിബദ്ധത ഇല്ലാത്തവനാണ്, സമൂഹത്തിന് ഒരു വാല്യൂ ഇല്ലാത്തവനാണെന്ന് വെച്ചോ ഓക്കെ എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുത്താൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വരുത്തിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അറിയാം, എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വേടനെ പറ്റി ഈ 4 യുവതികൾ പഠിക്കാൻ പോയി എന്ന് പറയുമ്പോൾ, ഈ 4 യുവതികളും ഇരയാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെന്തിനു വേണ്ടിയാണ് പഠിക്കാൻ പോയെന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളല്ലേ. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഒരിക്കലും മോഹന വാഗ്ദാനങ്ങളുടെ പിന്നിലോ അല്ലെങ്കിൽ ഒരു പുരുഷനൊപ്പം, ഒരു പരിചയമില്ലാത്തൊരു പുരുഷനൊപ്പം വെറും ഒരു ആരാധനയുടെ പേരിൽ സ്വന്തം ശരീരം പണയം വെക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാനെങ്ങും കണ്ടിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പറയുക, എത്രയോ പെൺകുട്ടികൾ എത്രയോ അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ? അതായത് ഒരു പെൺകുട്ടി ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വാഗ്ദാനം അങ്ങ് നൽകുകയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിലൊരു ഫേമസ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ ഫേമസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാഗ്ദാനം തന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്രയും പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു മാനം എന്ന് പറയുന്ന സാധനം എനിക്ക് മുൻപിൽ കാഴ്ചവെക്കാൻ നിങ്ങൾ വരുമോ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ പോവില്ല. ഇത് അഴിഞ്ഞാടി നടക്കുന്ന ഏതെങ്കിലും അവളുമാർ പോയിട്ടുണ്ടാവും, എന്നെ തെറ്റ് പറയാൻ പറ്റില്ല, അവർ പോയിട്ടുണ്ടാവും. ഓക്കെ, അതിന് വേടനെ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാക്കാൻ പറ്റുക? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആണ്, അല്ലെങ്കിൽ ഇലയ്ക്കാണ് കേടെന്ന് പറയാറുണ്ടല്ലേ. ഇതിലിപ്പോൾ ഇലയ്ക്കും അല്ല മുള്ളിനും അല്ല കേട്, രണ്ടും കൂടെ ഒരുമിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്തതിന് ശേഷം വേടനെ അങ്ങോട്ട് കുറ്റക്കാരനാക്കണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടി PR വർക്ക് ചെയ്യാനായിട്ട് BJP കൂട്ടു നിർത്തിക്കൊണ്ട് ഇവരെ കൊണ്ട് അങ്ങോട്ട് മുന്നിലേക്ക് നിർത്തി. പക്ഷേ ഈ നാട്ടിലൊരു കോടതിയുണ്ട്, ഒരു നിയമ സംവിധാന വ്യവസ്ഥയുണ്ട്, നട്ടലുള്ള പോലീസുകാരും ഉണ്ട്, നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ BJPയുടെ ചാണകം മെഴുകൽ ഇവിടെ നടക്കുമോ? അതൊട്ടും നടക്കത്തുമില്ല. അപ്പോൾ വേടനെതിരെ വന്ന പരാതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്കിന്ന് 24 ന്യൂസിലൊക്കെ വന്നൊരു വാർത്തയാണ്. അതായത് രാവിലെ വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേടനെതിരെയുള്ളൊരു പരാതി അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ച് മുൻപ് വന്നിരിക്കുന്ന ഏകദേശം ഒരു 10-15 മിനിറ്റിനകത്താണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അതായത് ഗവേഷണ വിദ്യാർത്ഥി കൂടി പരാതിയുമായിട്ട് മുൻപിലേക്ക് പോയിട്ടുണ്ട്. അതാദ്യം നമുക്ക് കേട്ടിട്ട് എന്താണ് കോടതി പറഞ്ഞതെന്നൂടെ നമുക്ക് കേട്ട് നോക്കാം. അതായത് ഗവേഷണ വിദ്യാർത്ഥി ഈ വേടനെ പറ്റി പഠിക്കാൻ പോയ സമയത്ത് നമുക്കറിയാം 16-ാം തീയതി ഒരു പരാതി വന്നു. 2 പേരാണ് വീണ്ടും ഇരകളായിട്ട് വന്നത്, ടോട്ടൽ 4 പേരായി. അപ്പോൾ ആ ഹർജി വീണ്ടും പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അപ്പോൾ അവർക്കറിയാം ഒരാളെ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഹർജി പരിഗണിക്കുന്ന മാറ്റിവെക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വേടനെ വീണ്ടും മറവിൽ തന്നെ നിർത്താം, വേടനെ ഈ പറയുന്ന സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പാടില്ല, ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഇവർ ഓരോ തവണ ഇങ്ങനെ വളവിട്ട് കൊടുക്കുകയാണ്. ആർക്കാണ്? പുതിയ ഇരകളെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക്. മാത്രം ഈ ഇങ്ങനെയുള്ള പെമ്പിള്ളേർ എവിടെ കിടക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം മാനം പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവർക്കൊരു കുഴപ്പമില്ല, ഇവരിപ്പോൾ ഒരു പരാതി ഉന്നയിച്ചിട്ട് പോകും, നാളെ കോടതി തെളിയിക്കുകയാണ്. ഇപ്പോൾ കോടതി പറയുകയാണ് വേടൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാലും ഇരകളെന്നും
ഇരകളായി തന്നെ തുടരും. അവരുടെ പ്രൈവസിയുടെ കാര്യങ്ങൾ എന്നുള്ളത് അതെപ്പോഴും ഈ പറയുന്ന ഹിഡൻ ആയിരിക്കും, അത് ഒരിക്കലും റിവീൽ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ഇരയുടെ പ്രൈവസി ആണല്ലോ. അതേസമയം കുറ്റവാളി എന്ന് പറയപ്പെടുന്ന, ഇതുവരെ കുറ്റവാളി എന്ന് കോടതിയുടെ വാക്കിൽ, കോടതിയുടെ കണ്ണിലും കോടതിക്ക് തെളിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ റേപ്പർ എന്ന് തെളിയിക്കാൻ വേണ്ടി, അല്ലെ റേപ്പറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജനൻ ടി വി നടത്തുന്ന ഒരു തന്തയ്ക്ക് പിറക്കാഴിയുണ്ടല്ലോ, ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴി. ഇവിടെ നാണം ഉണ്ടോ നിനക്കൊക്കെ? ഉളുപ്പ് വേണം, ലേശം ഉളുപ്പ്. സ്വന്തം തന്തയെ നീയൊക്കെ ഈ രീതി തന്നെ പറയുമായിരിക്കും അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റേപ്പർ എവിടെയെന്നാണ്. അതായത് കോടതിയിലെ വിധി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പേരൊക്കെ നേരത്തെ ഇവർ കൊടുത്താണ്. റേപ്പർ എവിടെ? ഇരുട്ടിൽ തപ്പി പോലീസ്, മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഇവർ വിചാരിക്കുന്ന ഇവരുടെ ചാണകം മെഴുകിയ കോടതിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ്. ഈ കോടതിയിൽ ഇരിക്കുന്നതേ നട്ടൽ ആർക്കും മുൻപ് പണയം വെക്കാത്ത ആളുകൾ. അതുകൊണ്ട് സംഘിമിത്രങ്ങളെ കുറച്ചങ്ങോട്ട് പിന്നിലേക്ക് മാറി നിൽക്കുക. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും വേടനെ പിടിക്കാനോ അല്ലെങ്കിൽ ഈ കോടതിയുടെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ പൊളിച്ചെഴുതാനൊന്നും സാധിക്കത്തില്ല. നമ്മുടെ കോടതിയാണ് തീരുമാനിക്കുന്നത്. ആ കോടതിയുടെ കണ്ണിൽ വേടൻ കുറ്റവാളിയല്ല റേപ്പറോ എന്ന് തെളിയുന്നത് വരെയും നിന്റെയൊക്കെ തന്തയ്ക്ക് കഴിയുക, നിന്റെയൊക്കെ കൈ വെച്ചാൽ അത് ഇങ്ങോട്ടെടുത്ത് തുപ്പാൻ നോക്കരുതേ. അപ്പോൾ ഇതിൽ പുതിയൊരു ഇര വന്നിട്ടുണ്ട്. ആ ഇരയെപ്പറ്റി എന്താണ് നമ്മുടെ ന്യൂസിൽ വന്നിരിക്കുന്നത് കേട്ടു പോകാം. റിപ്പോർട്ടർ ചാനൽ വന്നൊരു വാർത്തയാണ്, അത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ലൈംഗികാതിക്രമത്തിന് പുതിയ കേസ്. ഗവേഷണ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസാണ് നിയമ നടപടി തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൊച്ചി പോലീസിന് കൈമാറിയിരുന്നു. അതേസമയം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. ലേബി സജീന്ദ്രനും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ലേബിയിലേക്ക്. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ, വേടനെതിരെ വന്നിരിക്കുന്ന പുതിയ കേസ് എന്താണ്? ഗുഡ് ഈവനിംഗ് സുജയ. കഴിഞ്ഞ 16-നാണ് 2 ഗവേഷക വിദ്യാർത്ഥിനികൾ, ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നവരാണ്. ഇവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയിരുന്നു. അതിൽ ഒരു കേസ് കൊച്ചിയിലായതുകൊണ്ടാണ്, സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിലാണ്, അതുകൊണ്ടാണ് ആ കേസ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസ് പ്രകാരം കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന ഈ വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധാവശ്യവുമായി ബന്ധപ്പെട്ട് വേടനെ കോൺടാക്ട് ചെയ്യുന്നു. വിവരങ്ങൾ ശേഖരിക്കാനായി വേടനെ സമീപിക്കുന്നു. അപ്പോൾ തന്റെ എറണാകുളത്തുള്ള ഫ്ളാറ്റിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ലൈംഗിക ചുവയോടുകൂടി ലൈംഗിക അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന പരാതിയാകട്ടെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും ആ ഒരാൾ തന്നെയായിരിക്കും, ഈ 4 പേരിൽ ഒരാൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതും ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേടൻ്റെ അടുത്തേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വേടൻ എറണാകുളത്തെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് കയറ്റി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ എന്താ ചിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു സാമാന്യ ബോധം ഉള്ള ആളുകൾക്ക് ഇതെന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ. ഏതൊക്കെ തരത്തിലാണ് ഒരു വ്യക്തിയെ കൊടുക്കാൻ നോക്കുന്നത്? ഏതൊക്കെ തരത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി കണ്ടെത്തുകയാണ്. ഒന്നിൽ പൊളിഞ്ഞാൽ അടുത്തതിലേക്ക് എന്നുള്ളൊരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നാണോ മാനോ ഇല്ലാത്ത പെൺകുട്ടികളെയാണ് മുന്നിൽ കൊണ്ട് നിർത്തുന്നുള്ളത് വേറൊരു വസ്തുത. എന്ത് തന്നെയാണെങ്കിലും, എന്ത് പിറപ്പുകേടായാലും ഈ പറയുന്ന പരാതിക്കാരികളെന്ന് പറയപ്പെടുന്നവളുമാർ ഈ വേടൻ ഇത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 പേരുടെയും സമ്മതത്തോടു കൂടിയാണ് ഇത് നടന്നിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന ഇരകളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവളുമാരെ എല്ലാം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. എങ്ങനെയുള്ള നിയമം? അതായത് മുഖം കാണിച്ചുകൊണ്ടുള്ള നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അതിന് സാധിക്കണം. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു പെൺകുട്ടി വന്നൊരു പയ്യനെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു പ്രൈവസിയെ മാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും മാധ്യമങ്ങളും എല്ലാം കൂടി ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ പരിപാടി ചെയ്യും. അതായത് ഇവരെ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കും, എന്നിട്ട് ഈ പയ്യന്മാരെ അങ്ങ് കുറ്റവാളിയാക്കും. ആ തന്തയ്ക്ക് പിറക്കാഴി ഇനി അധികം വില പോകണ്ട. കാരണം ഇപ്പോൾ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ്, വേടൻ്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. രാഹുലിനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് പല രീതിയിൽ കൊടുക്കാനുള്ള തെളിവുകൾ അവരുണ്ടാക്കി. വേടനെ കയ്യിൽ കിട്ടിയാലും നടക്കാൻ പോകുന്ന ഇത് തന്നെയാണ്. ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് പാട്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കാനാണെങ്കിലും ഈ പറയുന്ന കുറ്റവാളിയാക്കപ്പെട്ട വ്യക്തി വന്നു കഴിഞ്ഞാൽ അവനെ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ടിരിക്കുന്ന ആളുകൾ ഇരിക്കുമ്പോൾ പിന്നെ അവനെങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടുക? മാധ്യമങ്ങൾ മൈക്കും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വേടൻ വന്നിട്ട് പറയണം ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ എത്ര പേര് നിൽക്കും? പെൺകുട്ടികളാണല്ലോ, അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു പരിഗണന കിട്ടുമല്ലോ. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ തന്തയ്ക്ക് പിറക്കാഴി ഇവളുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ എന്താണ്, ഹൈക്കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളല്ല വേണ്ടത്, വേടനെതിരായ പരാതിക്കാരിയുടെ തെളിവുകളിൽ കോടതി. ഇവർ വീണ്ടും സമർപ്പിച്ചിരിക്കുന്നത് വേടൻ മീറ്റു ആരോപണത്തിൽ വിധേയനായ സമയത്ത്, അല്ലെങ്കിൽ മീറ്റു ആരോപണം നടന്ന സമയത്ത് ഫേസ്ബുക്കിലൊരു മാപ്പപേക്ഷയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവർ തെളിവായിട്ട് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതായത് വേടൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന്. തങ്ങളെ പീഡിപ്പിച്ചു, തങ്ങളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി, അല്ല എൻ്റെ ഫ്ലാറ്റിലേക്ക് വേടൻ വന്നിട്ട് തറയിലിരുന്ന് പിന്നീട് കട്ടിലേക്ക് കയറി എന്നെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് എന്നെ അതും ഇതൊക്കെ ചെയ്തു സാറേ
എന്നാ ചെയ്ത് 5 വർഷങ്ങൾക്ക് മുൻപാണ് സാറേ, എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, എനിക്ക് കോമ സ്റ്റേജിലായിരുന്നു സാറേ എന്നൊക്കെ പറയുന്ന ഇവളുമാരുടെ തന്തയില്ലായ്മയുണ്ടല്ലോ. ഈ തന്തയില്ലായ്മയ്ക്ക് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇനി നാളെ വേടൻ കുറ്റക്കാരനെല്ലാം തെളിയുമ്പോഴും ഇരകളെന്ന് പറയപ്പെടുന്നവൾ ഇരകളായിട്ട് തന്നെ ഒരു സൈഡിലേക്ക് പോകും. എന്നാൽ ഇവളുമാർക്കെതിരെ അന്വേഷണം വിടാനായിട്ടല്ല, ഇവളുമാരെ പിടിച്ചകത്തിടാനായിട്ട് ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ഇല്ല. അതെന്തായാലും നടപ്പിലാവുക തന്നെ വേണമെന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. കാരണം ഇനി ഇങ്ങനത്തെ ഒരു തന്തയ്ക്ക് പിറക്കാഴിക ആവർത്തിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ ഒരു വജ്രായുധമാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് ചില തന്തയ്ക്ക് പിറക്കാത്തവന്മാർ കാണിക്കുന്ന പരിപാടി അത് ഇനിയും നമ്മൾ വളം വെച്ച് കൊടുത്തുകൂടാ. അത് വേടൻ എന്നൊരു വ്യക്തിയെ മാത്രം ഞാൻ ഊന്നി പറയുന്നതല്ല, വേടൻ ഒരു പ്രതിനിധി മാത്രമാണ്. പുരുഷന്മാരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും സമുദായത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവൻ്റെ ഒരു പ്രതിനിധിയാണ് വേടൻ. ആ ഒരു പ്രതിനിധി നാളെ നമുക്കെതിരെയും കറങ്ങിത്തിരിഞ്ഞ് വരാം ഈ പ്രശ്നങ്ങൾ. അതായത് ഇന്നിപ്പോൾ വേടന് സംഭവിച്ചു, നാളെ എനിക്കോ നിനക്കോ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വരാം. അപ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന തന്തയ്ക്ക് പിറക്കാഴി ഇതോടുകൂടി നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. ഏത് തന്തയ്ക്ക് പിറക്കാഴിക? സ്ത്രീകൾ വന്ന് പറയുന്നതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവളുമാരെ ഒരു ഇരകളാക്കി കാത്തു സൂക്ഷിക്കുകയും കുറ്റവാളി എന്ന് പറയപ്പെടുന്ന കോടതിയുടെ മുൻപിൽ തെളിയുന്നതിന് മുൻപ് തന്നെ ഒരു പയ്യനെ കുറ്റവാളിയാക്കുന്നതുമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥ പൊളിച്ചെഴുതപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇന്ന് 24 ന്യൂസിൽ വന്നൊരു വാർത്ത ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത് അതെന്താണെന്ന് നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ബുധനാഴ്ച കോടതി വിധി പറയും. പരാതിക്കാരി ഇന്ന് കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. സോഷ്യൽ മീഡിയ പോസ്റ്റുകളല്ല കോടതിയിൽ വേണ്ടതെന്നും നിയമപരമായ കാര്യങ്ങൾ പറയണമെന്നും കോടതി വിമർശിച്ചു. തന്നെ കൊടുക്കാൻ ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് വേടൻ കോടതിയിൽ അറിയിച്ചു. അതിനിടെ ലൈംഗികാതിക്രമ പരാതിയിൽ വേടനെതിരെ വീണ്ടും കേസെടുത്തുവെന്ന് പരാതിക്കാരി കോടതിയിൽ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. 354 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, വേടന്റെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ വാദമൊക്കെ പൂർത്തിയായിരിക്കുന്നത്. എന്താണ് ഇന്ന് ഇരു കൂട്ടരും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ? ഏറ്റവും സുപ്രധാനമാണ് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അതിന് പിന്നീട് ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് വന്നതാണ്. ഇന്നിപ്പോൾ എന്താണ് കോടതി പറഞ്ഞത്? എന്തായിരുന്നു ഇരു പക്ഷത്തിന്റെയും വാദങ്ങൾ? പ്രവീൺ, കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ ഇന്നും ആവർത്തിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതൊരു തെളിവായി കണക്കാക്കാനാവില്ല. പണം നൽകിയാൽ ആർക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ലൈക്കും ഡിസ്ലൈക്കും കമന്റും ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് കോടതി പരാതിക്കാരിയോട് വ്യക്തമാക്കി. ഒപ്പം ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അത് ഒരു ഘട്ടത്തിന് ശേഷം അതെങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗമായി മാറുക എന്ന് കോടതി ചോദിച്ചു. അതിനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടികൾ വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം പരാതിക്കാരി ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഹാജരാക്കിയിരുന്നു. നേരത്തെ വേടനെതിരെ ചില പെൺകുട്ടികൾ രംഗത്ത് വന്നതിന്റെ തെളിവുകളാണ് ഹാജരാക്കിയത്. അതിൽ കോടതി ചില അതിർത്തിയും രേഖപ്പെടുത്തിയിരുന്നു. വേടനാകട്ടെ വ്യക്തമാക്കിയത് തന്നെ മനഃപൂർവ്വം ഒരു സംഘം ആളുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. താനൊരു കലാകാരനാണ്, അതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ആളുകളുടെ തെളിവുകൾ തന്റെ മക്കളുണ്ട് എന്ന് വേടനും വ്യക്തമാക്കി. അങ്ങനെയാണെന്ന് വാദം പൂർത്തിയായത്. ബുധനാഴ്ച വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഇതിനിടയിലാണ് വേടനെതിരെ മറ്റൊരു കേസ് കൂടി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 354 വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ ഒരെണ്ണം എറണാകുളം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. ആ പരാതി സെൻട്രൽ പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. തുടർന്നാണ് വേടനെതിരെ 354 വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. നോൺ ബെയിലബിൾ വകുപ്പാണ്. ഒരുപക്ഷെ ഈ കേസിൽ, അതായത് ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചാലും മറ്റു കേസിൽ വേടന്റെ ആ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിന്റെ കാര്യം ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ എന്ത് നടപടി പോലീസ് സ്വീകരിക്കുമെന്നുള്ള കാര്യം ഇനി അറിയാനുള്ളത്. കണ്ടില്ലേ, ഹൈക്കോടതിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെയും വേടൻ ഇപ്പോൾ ഒളിവിൽ നിന്ന് മുന്നിലേക്ക് വരണമെന്ന് കോടതി പറയുന്നില്ല. അപ്പോൾ വേടൻ്റെ ഈ പുതിയ വിധി, അതായത് വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി ഓഗസ്റ്റ് 27 ബുധനാഴ്ച നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വരുന്ന ബുധനാഴ്ച. അപ്പോൾ ഇതിൽ വേടനെതിരെ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ കാണിച്ചിരിക്കുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളാണ്. അപ്പോൾ കോടതി കൊടുത്തിട്ട് മറുപടി, ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഡിസ്ലൈക്കും ലൈക്കും കമൻറ്റും ഒക്കെ കാശ് കൊടുത്ത ഏത് നായിൻ്റെ മക്കൾക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയല്ല കോടതി പറഞ്ഞത്, ഞാനങ്ങ് കുറച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാം, അതൊരിക്കലും ഒരു തെളിവായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് കോടതി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പരാതിക്കാരിക്ക് ഇനിയും വീണ്ടും സമയം വേണ്ടി വരും. എന്തിനാണ്? തെളിവുകൾ, കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണ്ടേ? ഈ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഫ്ലാറ്റിൽ വേടൻ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ, ഒരു ഫ്ലാറ്റ് ആകുമ്പോൾ അവിടെ CCTV എന്തായാലും ഉണ്ടാവും. ആ ഫ്ലാറ്റിലില്ലെങ്കിലും ആ ഫ്ലാറ്റിൽ ഇപ്പോൾ AI ക്യാമറ റോളിൽ മുക്കിനുണ്ട്. ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഇതെങ്കിലും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു CCTV തെളിവ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേടൻ ഈ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ വേടനെതിരെ പറയുന്നത് ശരിയാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ലേ? ഇതൊന്നും ഇവരുടെ കയ്യിലില്ല. എന്തുകൊണ്ടാണ്? വേടനെ കൊടുക്കാൻ വന്ന സമയത്ത് ഇവർ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പറയുമെന്നുള്ളത്. സ്ത്രീകളെ എപ്പോഴും പരിഗണിക്കും, സ്ത്രീകളെ എപ്പോഴും ഇരകളായി തന്നെ കാണും, സ്ത്രീകൾക്കൊരു പ്രിവിലേജ് ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഈ പറയുന്ന സംഘപരിവാർ സംഘമിത്രങ്ങൾ പറഞ്ഞു വിട്ടതായിരിക്കാം ഈ പറയുന്ന യുവതികളെ.
പക്ഷേ കോടതിക്ക് മുൻപിൽ വേണ്ടത് തെളിവുകളാണ്. കോടതി ശക്തമായിട്ട് തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, തെളിവുകൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ട് തന്നെ വരണം. അതേസമയം വേടനും പറഞ്ഞു താനൊരു കലാകാരനാണ്, തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്, തനിക്ക് പരിപാടികൾ ചെയ്യാൻ സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക് കുടുക്കിയിരിക്കുകയാണ്. നമുക്കറിയാം വേടൻ്റെ ഒരു പാട്ടുണ്ട്, 10 തല എന്ന് പറയുന്നൊരു പാട്ട്. അതിൽ വേടൻ പറഞ്ഞത് ഈ 10 തല എന്ന് പറയുന്നൊരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ആ പാട്ട് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താവും നടക്കാൻ പോവുക എന്നുള്ളത്. അത് വേടൻ മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ റീൽസിലൊക്കെ കണ്ടതായിരിക്കും. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒരു 10 തല എന്ന് പറയുന്നൊരു പാട്ട് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ വേടൻ്റെ കേസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, വേടൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഈ ഒരു പാട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ശരിക്കും കുരുപൊട്ടുന്ന RSS BJP സംഘപരിവാർ മിത്രങ്ങളെയൊക്കെ നമുക്കൊന്ന് കാണണം. ഈ ഒരു പാട്ട് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന കലാകാരനെ വെള്ളം ഒഴിച്ചങ്ങ് തണുപ്പിച്ചിട്ടേക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ പറയുന്ന പിറപ്പുകേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എത്ര കണ്ട് നീയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും കേരളത്തിലെ ഓരോ ജനങ്ങളും വേടനെ സ്വന്തം മോനെ പോലെയും അനിയനെ പോലെയും സഹോദരനെ പോലെയും കാണുന്നിടത്തോളം കാലം നിനക്കൊന്നും ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.